ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു തനി നാടനൊരു ഊണ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മീൻ കറിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണേ. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഇല്ല, സ്റ്റോക്കൊക്കെ തീർന്നുകൊണ്ട് ഞാൻ നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ കറിക്കും തോരത്തിനൊക്കെ ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചീര ഒന്ന് നട്ടിട്ടുണ്ടായിരുന്നേ, അതൊന്ന് ഏകദേശം ഒന്ന് പാകാൻ നിൽപ്പുണ്ട്. വലിയ കളറൊന്നും ആയിട്ടില്ല, റെഡ് കളർ ആയിട്ടില്ല കേട്ടോ. എന്നാൽ ചുവന്ന ചീരയുടെ വിത്താണ് ഇട്ടത്, പക്ഷേ എങ്കിലും ആ ഒരു കളർ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ചീരയും കൂടെ ഞാൻ എടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കുകയാണ്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. നെത്തോലി മീൻ വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചക്കയും പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഒന്ന് മുറിച്ചൊന്ന് അകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ. നന്നായിട്ട് തന്നെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് വയ്ക്കാം. അപ്പോൾ ഞാൻ അവിടെ കീരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നെത്തോലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കറിക്ക് ആവശ്യത്തിനുള്ള ഒരു 1-2 മുരിങ്ങയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരു മാങ്ങ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം പുളിയുള്ള ഒരു മാങ്ങയാണ്. മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ മാത്രം കുറച്ചൊരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞ് അത് നമ്മൾ കറിയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നല്ലോണം അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുക്കുകയാണേ. ഒരു മാങ്ങയും മുരിങ്ങയ്ക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട്, നല്ല നാടൻ തക്കാളി. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ എടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനിലേക്ക് കറിവേപ്പിലയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മുരിങ്ങയ്ക്കയും പിന്നെ അതുപോലെ തന്നെ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 5-6 കഷ്ണം ചെറിയ ഉള്ളി, ഒരു 2 പിടി തേങ്ങ, അതായത് 1 കപ്പ് തേങ്ങ മതിയാകും. നമ്മൾ ചെറിയ കൈപ്പിടിക്ക് നമ്മൾ എടുക്കില്ല, അതുപോലെ 1 കപ്പ് തേങ്ങ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് ഇത്രയും കൂടെ ചേർത്ത് പാകത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത ഒരു മസാലയും പിന്നെ പാകത്തിന് വെള്ളം ഒരു മിക്സിയിൽ ജാറ് കഴിയിട്ടതിന് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ചേർത്താലും മതി. അപ്പോൾ നമ്മൾ അവിടെ പച്ച ഉലുവാണ് ചേർത്ത് കൊടുത്ത് അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അടപ്പുകൊണ്ട് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഞാൻ ഇവിടെ നല്ല സിമ്പിളായിട്ടുള്ളൊരു ചീരത്തോരനാണ് കാണിക്കുന്നത്. ആ ചീരയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും പിന്നെ ഒരു വളരെ കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി, ഒരു 1-2 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് അതും കൂടെ നമുക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ തോരനൂടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് പാകമായി കുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ യോജിപ്പിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട്. മീൻ കറി ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് അപ്പോൾ ഒരു മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് മീൻ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട്, നല്ല മണമുള്ള ഒരു കറിയാണേ. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം മീൻ കറിയിലോട്ട്. ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1-2 തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തന്നെ എടുത്തുള്ളത്. ആ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഇതും കൂടെ താളിച്ചതും കൂടെ നമുക്കിനി മീൻ കറിയിൽ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ആ ഒരു നെത്തോലി മീൻ വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടയരിച്ചോറും ചീര നല്ല അടിപൊളി ഒരു തോരനും പിന്നെ മീൻ ആ നെത്തോലി മീൻ പൊരിച്ചതും മീൻ കറി. അപ്പോൾ ഇന്നത്തെ ഊണ് റെഡിയാണ്. ഈ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.